നിങ്ങൾക്ക് 3 സെക്കൻഡിൽ എത്ര മലയാളി അത്ലീറ്റ്സിൻ്റെ പേര് പറയാൻ പറ്റും? പണ്ട് PT ഉഷ, ഷൈനി വിൽസനെ പോലുള്ള അത്ലീറ്റ്സിൻ്റെ പേരുകൾ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് നാഷണൽ ലെവലിൽ ഫേമസ് ആയ, ഇന്ത്യയിൽ എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയുന്ന മലയാളി സ്പോർട്സ് പേഴ്സൺസ് വളരെ കുറവാണ്. 2025 നാഷണൽ ഗെയിംസിൽ കേരളം ഫിനിഷ് ചെയ്തത് 14ാം സ്ഥാനത്താണ്. 2 വർഷമായിട്ട് കലാപം നടക്കുന്ന മണിപ്പൂർ പോലും നമ്മളെ വെട്ടിച്ചു. നാഷണൽ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ടോപ്പ് 10 റാങ്കിൽ നിന്ന് പുറത്തു പോകുന്നത്. പണ്ട് മലയാളികൾ ഡോമിനേറ്റ് ചെയ്തിരുന്ന പല സ്പോർട്സിലും ഇന്ന് മലയാളി പ്രസൻസ് പോലുമില്ല. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞങ്ങൾ RTIs ഫയൽ ചെയ്തു. ന്യൂസ് ആർട്ടിക്കിൾസും ജേർണൽസും റെഫർ ചെയ്തു. ആ ഡാറ്റയുടെ ബേസിസിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ അനാലിസിസിന് മുമ്പ് ഒരു കാലത്ത് ഇന്ത്യൻ സ്പോർട്സിൽ കേരളത്തിൻ്റെ റേഞ്ച് എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. 1990കളിൽ ഇന്ത്യൻ അത്ലറ്റിക്സിലും ഫുട്ബോളിലും കേരളത്തിൻ്റെ ഡോമിനേഷൻ ആയിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മലയാളി ക്യാപ്റ്റന്മാർ, പ്ലേയിങ് 11ൽ എപ്പോഴും 4-5 മലയാളി പ്ലെയേഴ്സ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ്സ് മെജോറിറ്റി നേടിയിരുന്ന മലയാളി താരങ്ങൾ. 1988 മുതൽ 1994 വരെ 7 കൊല്ലം അടുപ്പിച്ച് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിലെത്തി 2 വട്ടം ചാമ്പ്യന്മാരുമായി. ഇന്ത്യൻ അത്ലറ്റിക്സിൽ ഇന്നും പല റെക്കോർഡുകളും മലയാളി താരങ്ങളുടെ പേരിലാണ്. 400 മീറ്റർ ഹഡിൽസിൽ PT ഉഷ, ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജ്, ട്രിപ്പിൾ ജമ്പിൽ മയൂഖ ജോണി, 800 മീറ്റേഴ്സിൽ ടിൻഡു ലൂക്ക. പക്ഷേ സ്പോർട്സിൽ ഇത്രമാത്രം വനിതാ താരങ്ങൾ മുൻപന്തിയിൽ നിന്നിരുന്ന കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ഒളിമ്പിക്സിന് ഒരൊറ്റ വനിത പോലും ക്വാളിഫൈ ചെയ്തില്ല. ഇന്ത്യൻ ഫുട്ബോൾ ക്യാമ്പിലേക്ക് 50% പ്ലെയേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന കേരളം പക്ഷേ ഇന്ന് ഇന്ത്യൻ ടീമിലേക്ക് പ്ലെയേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടോപ്പ് 5 സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല. നാഷണൽ ഗെയിംസിൽ എസ്പെഷ്യലി അത്ലറ്റിക്സിൽ കേരളം ഒരു പവർ ഹൗസ് ആയിരുന്നു. 2015 നാഷണൽ ഗെയിംസ് നമ്മൾ ഫിനിഷ് ചെയ്തത് 2nd റാങ്കിലാണ്. പക്ഷേ വെറും 10 വർഷത്തിന് ശേഷം റീസെൻ്റ്ലി നടന്ന 2025 നാഷണൽ ഗെയിംസ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. ട്രഡീഷണലി കേരളം മെഡൽ നേടിയിരുന്ന പല ഇവൻറ്റ്സിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സ്വിമ്മിങ്ങിൽ നമ്മൾ നേടിയ 9 മെഡൽസാണ് ശരിക്കും ഒരു ദയനീയ അവസ്ഥയിൽ നിന്ന് കേരളത്തിനെ രക്ഷിച്ചത്. ഈ 9 മെഡൽസിൽ 4 മെഡൽ നേടിയത് സജൻ പ്രകാശ്, 3 നേടിയത് ഹരിത ജയറാം. പക്ഷേ ഇവർ 2 പേരുടെയും ട്രെയിനിങ് ബേസ് കേരളമല്ല, കർണാടകയാണ്. കാരണം ഇവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. ഇത് തന്നെയാണ് കേരളത്തിലെ സ്പോർട്സിലെ ഒരു പ്രധാന പ്രശ്നം, ഇൻഫ്രാസ്ട്രക്ചർ. ഒളിമ്പ്യന്മാരുൾപ്പെടെ പല നാഷണൽ സ്വിമ്മേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്ന ബെസവൻകുടി അക്വാറ്റിക് സെൻറ്റർ പോലത്തെ ടോപ്പ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് അക്വാറ്റിക്സിൽ നിന്ന് മാത്രം ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ കർണാടകയ്ക്ക് കിട്ടിയത് 37 മെഡൽസാണ്. കേരളത്തിൻ്റെ ടോട്ടൽ മെഡൽ ടാലി വെറും 54 ആയിരുന്നു. ഹരിയാനയിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള പോലത്തെ ടോപ്പ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇന്ന് കേരളത്തിലില്ല. ഈ സംസ്ഥാനങ്ങളിലെ ട്രെയിനിങ് ഫെസിലിറ്റീസ് എല്ലാം ബെസ്റ്റ് ആണെന്നോ വേൾഡ് ക്ലാസ് ആണെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത്ര പോലും സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. ഇനി നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഉള്ള ട്രെയിനിങ് ഫെസിലിറ്റീസിന്റെ അവസ്ഥയോ? 2016 നിർമ്മാണം പൂർത്തിയാക്കിയ പാലാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കുകൾ പൊട്ടിപ്പൊളിഞ്ഞു. നിലവിൽ പൊളിഞ്ഞിളകിയ സിന്തറ്റിക് ട്രാക്കിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കോട്ടയം അയ്മനത്തെ കോടികൾ ചെലവാക്കി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായി 1.5 വർഷം പിന്നിടുമ്പോഴേക്കും കെട്ടിടത്തിന്റെ തറയും ഭിത്തിയും തകർന്ന നിലയിലാണ്. ഈ 1.5 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു കായിക താരവും ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. 5,16,00,000 രൂപ മുടക്കി കിഫ്ബി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥയാണിത്. നെല്ല് പുഴുങ്ങി ഉണക്കാനും ഒപ്പം കന്നുകാലികളെയൊക്കെ കെട്ടുന്നതിനാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നതെന്നാണ് അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. നെഹ്റു സ്റ്റേഡിയം സംരക്ഷിക്കപ്പെടാതെ കാടുകയറി നശിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് പച്ചക്കറി വളർത്താൻ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ലക്ഷങ്ങൾ മുടക്കി ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയ നെറ്റ്സിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ചിട്ട് തന്നെ 2 വർഷത്തോളമായി. ഇതിനു ചുറ്റുമുള്ള ഓട ശുചീകരിക്കാത്തത് കൊണ്ട് തന്നെ ഭൂരിഭാഗം സമയവും ഇതിനുള്ളിൽ വെള്ളക്കെട്ടാണ്. ഗാലറിയുടെ സ്ലാബുകൾ തകർന്ന് ഏത് സമയവും നിലം പൊത്താവുന്ന നിലയിലാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗവൺമെന്റ് ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു ബേസിക് എക്സാമ്പിൾ നോക്കിയാൽ മതി. നാഷണൽ ഗെയിംസിന്റെ സമയത്ത് റെനോവേറ്റ് ചെയ്ത സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ. 1997 കർണാടക നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് 2 റെനോവേറ്റഡ് സ്റ്റേഡിയംസ് കിട്ടി. ശ്രീകണ്ഠീരവ സ്റ്റേഡിയവും ശ്രീകണ്ഠീരവ ഇൻഡോർ സ്റ്റേഡിയവും. ഇത് രണ്ടും ഇന്ന് കർണാടകയിലെ 2 പ്രധാന സ്പോർട്സ് ട്രെയിനിങ് സെൻറ്റേഴ്സാണ്. കർണാടകയിലെ നാഷണൽ ഗെയിംസ് കഴിഞ്ഞ് 18 വർഷങ്ങൾക്ക് ശേഷം 2015 കേരളം നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തു. അന്ന് നമ്മുടെ പല സ്റ്റേഡിയംസും റെനോവേറ്റ് ചെയ്തു, അത്ലറ്റിക് വില്ലേജ് പണിതു, കോടികളുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും കിട്ടി. പക്ഷെ പ്രോപ്പർ മെയിൻ്റെനൻസ് നടക്കാത്തതുകൊണ്ട് 10 വർഷത്തിനുള്ളിൽ ഇതിൽ പലതും ഉപയോഗശൂന്യമായി. അത്ലറ്റിക് വില്ലേജ് കാട് കയറിയ അവസ്ഥയാണ്. 32 കോടിയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഇപ്പം മിസ്സിംഗ് ആണ്. കിട്ടിയ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല. വർഷങ്ങളോളം പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന മഹാരാജാസ് കോളേജിലെ സിന്തറ്റിക് ട്രാക്ക് റിപ്പയർ ചെയ്ത് റീസെൻ്റ്ലിയാണ്. പാലക്കാട്ടെ സ്റ്റേഡിയം കാട് പിടിച്ച അവസ്ഥയിലാണ്. 2018 അനൗൺസ് ചെയ്ത കൊല്ലത്തെ സ്റ്റേഡിയത്തിൻ്റെ റെനോവേഷനും ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ വർക്കും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇതെന്ന് വിചാരിക്കാം.
പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോ? ഇത് യു പി എന്നുള്ള അത്ലീറ്റ് പാരുൽ ചൗധരി 2023 ഏഷ്യൻ ഗെയിംസിലെ 5000 മീറ്റേഴ്സ് റേസിൽ ഗോൾഡ് നേടിയ പാരുലിനോട് ജയിക്കാനുണ്ടായിരുന്ന മോട്ടിവേഷൻ എന്താണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗോൾഡ് മെഡൽ വിന്നേഴ്സിന് യു പി ഗവൺമെൻറ് കൊടുക്കുന്ന DYSP റാങ്കിലുള്ള ജോലിയാണ്. മെഡൽ നേടി നാട്ടിൽ തിരിച്ചെത്തി മാസങ്ങൾക്കുള്ളിൽ പാരുലിന് DYSP ആയിട്ട് ജോലിയും കിട്ടി. ഇത് VK വിസ്മയ 2018 ഏഷ്യൻ ഗെയിംസിൽ റിലേയിൽ ഗോൾഡ് നേടിയ ടീമിലെ മെമ്പറായിരുന്നു. അന്നത്തെ വിസ്മയുടെ ടീംമേറ്റ്സ് ആയിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും ജോലി കിട്ടി. പക്ഷേ മലയാളിയായ വിസ്മയയ്ക്ക് മാത്രം ജോലി കിട്ടിയില്ല. ഈ പ്രശ്നത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് 2024 ഞങ്ങളൊരു RTI ഫയൽ ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് കേരള ഗവൺമെൻറ് ജോലിയും ക്യാഷ് പ്രൈസൊക്കെ ഡിക്ലെയർ ചെയ്തിരുന്നു, അത് കൊടുത്തോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇതിന് കിട്ടിയ റിപ്ലൈയിൽ പറയുന്നത് VK വിസ്മയയ്ക്ക് AU ആയിട്ട് ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് 1/8/2024 പാസ്സായി എന്നാണ്. അതായത് ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ട് പോലും ഒരു ജോലി കിട്ടാൻ വിസ്മയയ്ക്ക് 6 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഒരു സാധാരണ അത്ലീറ്റിൻ്റെ കാര്യം പിന്നെ പറയണോ? RTIയിൽ കിട്ടിയ മറ്റൊരു മറുപടി കേരള ഗവൺമെൻറ് ഏഷ്യൻ ഗെയിംസിലെ വിന്നേഴ്സിൻ്റെ ക്യാഷ് പ്രൈസുകൾ ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ്. ഉത്തരവ് പാസ്സായെങ്കിലും തുക റിലീസ് ചെയ്യുന്നത് പരിശോധനയിലാണ് എന്നാണ് കിട്ടിയ റിപ്ലൈ. പ്രോപ്പർ ഗവൺമെൻറ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പല മലയാളി താരങ്ങളും കേരളത്തിന് ഉപേക്ഷിച്ച് പോവാണ്. കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ആയിട്ടുള്ള HS പ്രണോയ് ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇങ്ങനെ പ്ലേയേഴ്സ് കേരളത്തിന് ഉപേക്ഷിച്ച് പോകുന്നത് തടയാൻ മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കണമെന്ന് ഒപ്പോസിഷൻ ലീഡർ VD സതീശൻ ആവശ്യപ്പെട്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡെവലപ്ഡ് രാജ്യങ്ങളായ അമേരിക്കയിലെ UK പോലെ സ്പോർട്സ് താരങ്ങൾക്ക് സ്പോർട്സ് വഴി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല താരങ്ങൾ വരണമെങ്കിൽ അവർക്ക് ജോലിയായോ ക്യാഷ് അവാർഡ്സായോ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സപ്പോർട്ടും ജോലിയും ക്യാഷ് അവാർഡ്സും ഒന്നും കൊടുത്തില്ലെങ്കിലും ബേസിക് ഫെസിലിറ്റീസെങ്കിലും ഗവൺമെൻറ് കൊടുക്കണ്ടേ? ഗവൺമെൻറ് സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് നൽകുന്ന ഫുഡ് അലവൻസ് മാസങ്ങളോളം മുടങ്ങാറുണ്ട്. സംസ്ഥാനത്തെ സ്പോർട്സ് ഹോസ്റ്റലുകളിലെ കായിക പ്രതിഭകൾക്ക് ഭക്ഷണത്തിനുള്ള തുക നിഷേധിച്ച സർക്കാർ 2000-ൽ പരം പേരുടെ ഭക്ഷണ അലവൻസാണ് 8 മാസമായി കൊടുക്കാത്തത്. കായിക വകുപ്പ് കുട്ടികളെ പട്ടിണിക്കിടുന്നത് തുടരുമ്പോൾ സ്പോർട്സ് ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ ദുരിതം തുടരുന്നു. പോഷക ഗുണമുള്ള ഭക്ഷണം കുട്ടികൾക്ക് കിട്ടാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. വീട്ടിൽ പോകാനാ പറയണത്. വാർഡനെ ഇവര് പറയണത് പ്രസിഡന്റ് വീട്ടിൽ പോകാൻ പറഞ്ഞു. ശരിക്കും ജയിലിൽ കിടക്കുന്നവർക്ക് പോലും ഈ അത്ലീറ്റ്സിനെക്കാളും നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഇതുപോലെ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്റ്റാഫുകളുടെയും കോച്ചുകളുടെയും സാലറീസും മുടങ്ങാറുണ്ട്. റീസെൻ്റ്ലി നാഷണൽ ഗെയിംസിലെ തോൽവിക്ക് ശേഷം ഇതൊക്കെ ചർച്ചയായപ്പോഴാണ് ഗവൺമെൻറ് ഈ കുടിശ്ശിക തീർക്കാൻ ഉത്തരവിറക്കിയത്. നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ 200 കോടി രൂപയാണ് സ്പോർട്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തത്. കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് സെയിം പോപ്പുലേഷനുള്ള ഹരിയാന അലോക്കേറ്റ് ചെയ്ത് 578 കോടി, ഓൾമോസ്റ്റ് 3 ഇരട്ടി. സെൻട്രൽ ഗവൺമെൻറ് സ്പോർട്സിന് വേണ്ടി നമുക്ക് തരുന്ന ഫണ്ടും വളരെ കുറവാണ്. ഖേലോ ഇന്ത്യ ഗെയിംസ് വഴി കഴിഞ്ഞ വർഷം ഗുജറാത്തിന് 425 കോടി കിട്ടിയപ്പോൾ കേരളത്തിന് കിട്ടിയത് വെറും 50 കോടി. നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ സ്പോർട്സിന് വേണ്ടി ആവശ്യത്തിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ സ്പോർട്സിനെ അവഗണിച്ചു എന്ന് പറയുന്നതിൽ കഴമ്പില്ല. ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ശരിക്കും നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. 2022 കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്ത ഗോള്, സ്പ്രിൻറ്റ്, പഞ്ച്, ഹൂപ്സ് എന്നീ പ്രോഗ്രാംസ് ഒക്കെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം നിർത്തി. 8 വർഷം മുമ്പത്തെ സംസ്ഥാന സ്കൂൾ സ്പോർട്സ് മീറ്റിൽ പോൾ വോൾട്ട് ഇവൻറ്റിൽ ഫൈബർ പോളിന് പകരം മുളയാണ് കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. റീസെൻ്റ്ലി നടന്ന ഇവൻറ്റിലും സെയിം അവസ്ഥ. സ്കൂൾ ലെവലിൽ കേരളത്തിലെ സ്പോർട്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണം. കേരളത്തിലെ 74% സ്കൂളുകളിലും PT ടീച്ചേഴ്സ് ഇല്ല. PT ടീച്ചേഴ്സ് ഉള്ള സ്കൂളുകളിൽ പോലും സ്പോർട്സ് ട്രെയിനിങ്ങിന് പകരം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യലായിരിക്കും അവരുടെ ജോലി. ആഴ്ചയിൽ ഒരു PT പീരീഡ്, ആ പീരീഡ് പോർഷൻ തീർക്കാൻ മറ്റ് ടീച്ചേഴ്സ് ഉപയോഗിക്കും. വർഷത്തിൽ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് ഡേ. സ്കൂളിൽ യാതൊരുവിധ സ്പോർട്സ് ട്രെയിനിങ് ഫെസിലിറ്റീസും ഇല്ല. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ സ്പോർട്സ് താരങ്ങളുണ്ടാവും? വിദ്യാഭ്യാസം ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂളുകൾക്ക് ആവശ്യമുള്ള പ്ലേ ഗ്രൗണ്ടിൻ്റെ സ്പോർട്സ് ഫെസിലിറ്റീസിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല. സ്കൂളുകളിൽ സ്പോർട്സ് ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യാനും കോച്ചസിനെ ഹയർ ചെയ്യാനും ഗവൺമെൻറ് തന്നെ ഫണ്ട് കൊടുക്കുന്ന ഹരിയാനയിലെ ഖേൽ നഴ്സറീസ് പോലത്തെ സ്കീംസാണ് കേരളം അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഈ ഇൻഫ്രാസ്ട്രക്ചറും ഫണ്ടിങ്ങും ഫെസിലിറ്റീസും ഒക്കെ മാനേജ് ചെയ്യേണ്ട കേരളത്തിലെ സ്പോർട്സിൻ്റെ ഗവേണിംഗ് ബോഡീസ് നോക്കിയാൽ സ്പോർട്സ് അസോസിയേഷൻസ്, സ്പോർട്സ് കൗൺസിൽ, കേരള ഒളിമ്പിക് അസോസിയേഷൻ, സ്പോർട്സ് മിനിസ്ട്രി, ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളും പ്രശ്നങ്ങളും ശരിക്കും നമ്മുടെ സ്പോർട്സിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും റീസെൻറ്റ് വിക്റ്റിമാണ് 2025 നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത വോളിബോൾ ടീം. കേരള വോളിബോൾ അസോസിയേഷനും കേരള ഒളിമ്പിക് അസോസിയേഷനും കൂടിയിട്ട് നാഷണൽ ഗെയിംസിനുള്ള വോളിബോൾ ടീമിനെ സെലക്ട് ചെയ്തു. പക്ഷേ ഈ വോളിബോൾ അസോസിയേഷൻ്റെ ഇലക്ഷനിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം സ്പോർട്സ് കൗൺസിൽ ഇവരെ ബാൻ ചെയ്തിരുന്നു.
അതുകൊണ്ട് ഈ വോളിബോൾ അസോസിയേഷൻ സെലക്ട് ചെയ്ത ടീം നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാതിരിക്കാൻ സ്പോർട്സ് കൗൺസിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി പക്ഷേ ഈ ടീമുകൾക്ക് മത്സരിക്കാനുള്ള പെർമിഷൻ നൽകി. ഈ സ്പോർട്സ് കൗൺസിൽ ഒരു റിവെഞ്ച് എന്നോണം ഈ ടീമുകൾക്ക് കോച്ചിങ്ങോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്തിന് ജേഴ്സി വരെ കൊടുത്തില്ല. അവസാനം ഈ ടീമുകൾ സ്വന്തം ചെലവിൽ നാഷണൽ ഗെയിംസിൽ പോയി മത്സരിച്ചു. വിമൻസ് ടീം ഗോൾഡ് അടിച്ചു, മെൻസ് ടീം സിൽവർ അടിച്ചു. ശരിക്കും കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ അസോസിയേഷൻസ് തമ്മിലുള്ള പ്രശ്നം കാരണം 2 മെഡലുകൾ കേരളത്തിന് നഷ്ടമായേനെ. തോൽവികൾ സംഭവിക്കുമ്പോൾ ഈ അസോസിയേഷൻസും കൗൺസിലൊക്കെ കുറ്റങ്ങൾ ഏറ്റെടുക്കാതെ പരസ്പരം ബ്ലെയിം ചെയ്യുന്നതാണ് കാണാറ്. നാഷണൽ ഗെയിംസിലെ തോൽവിക്ക് ശേഷം സ്പോർട്സ് കൗൺസിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതും സ്പോർട്സ് അസോസിയേഷൻസിൽ പുട്ടടിയാണെന്ന് മിനിസ്റ്റർ പറയുന്നതൊക്കെ നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. 2025 നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ തോൽവിക്ക് മിനിസ്റ്റർ ബ്ലെയിം ചെയ്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. കേരളത്തിന് മെഡലുകൾ കിട്ടിക്കൊണ്ടിരുന്ന കളരിപ്പയറ്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നാഷണൽ ഗെയിംസിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ അത് തടയാൻ PT ഉഷ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ കുറ്റപ്പെടുത്തൽ. പക്ഷേ കളരിപ്പയറ്റ് മാത്രമല്ല, മൽഖമ്പ്, യോഗാസന തുടങ്ങിയ ഒളിമ്പിക്സിലില്ലാത്ത പല ഇവൻസും ഇത്തവണ കോമ്പറ്റേറ്റീവ് ഐറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. ഈ കളരിപ്പയറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് മാത്രമല്ല കേരളം താഴെ പോയത്. പണ്ട് കളരിപ്പയറ്റ് എന്നുള്ള ഈവൻ്റ് ഇല്ലാത്ത കാലത്ത് പോലും കേരളം ഹൈ റാങ്ക്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാനാവില്ല. നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് സ്പോർട്സ് താരങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫെയിമും ഇമ്പോർട്ടൻസും ഒന്നും ഇപ്പം ഇല്ല. നമ്മൾ താരങ്ങൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അത്ലീറ്റ്സിന് കിട്ടുന്ന ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അവർ മെഡൽ നേടി വരുമ്പോൾ കിട്ടുന്ന വരവേൽപ്പ്, റെസ്പെക്റ്റ്, അതൊന്നും കേരളത്തിലെ താരങ്ങൾക്ക് കിട്ടുന്നില്ല. പാരാ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ നവദീപ് സിംഗിനെ കോൺമനിക കരോൾപ്പതിയിൽ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പാരാ അത്ലറ്റിക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടി സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തിനേറെ, പാരാ അത്ലറ്റിക് അസോസിയേഷനെ സ്പോർട്സ് കൗൺസിൽ അംഗീകാരം പോലും കൊടുത്തിട്ടില്ല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടി വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തന്നെ വിളിച്ച് അഭിനന്ദിച്ചില്ല എന്നാണ് PR ശ്രീജേഷ് അന്ന് പറഞ്ഞത്. കേരളത്തിലെ സ്പോർട്സിനോട് താല്പര്യമുള്ളവർ പോലും ക്രിക്കറ്റിലും ഫുട്ബോളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നു. കേരളത്തിലെ സ്പോർട്സിന് ഡൗൺഫോൾ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോഴും നാഷണൽ ഗെയിംസിൽ ഫുട്ബോളിൽ ഗോൾഡ് മെഡൽ അടിച്ചതും രഞ്ജി ട്രോഫി മത്സരത്തിൽ ക്രിക്കറ്റ് ടീം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് പ്രതീക്ഷ മാത്രമാകാതിരിക്കട്ടെ.